അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് പൊതുവേ ഒരു ക്വിക്ക് ഹീലിംഗ് ആൻഡ് വൈറ്റാലിറ്റിയെ പറയുന്ന നക്ഷത്രമാണ്. അശ്വിനി ദേവന്മാരാണ് അതിൻ്റെ ദേവതകൾ. അതിൻ്റെ ഭോജ്യവസ്തു ചണപ്പയറാണ്. ദേവത അശ്വിനി ദേവന്മാരാണെന്ന് പറഞ്ഞല്ലോ, രണ്ട് പേരൊരുമിച്ച് ട്വിൻ എന്നാണ് അതിനെ പറയുന്നത്, അശ്വിനി ദേവന്മാരെ പറയുന്നത്. അതുപോലെ തന്നെ മൃഗം കുതിരയാണ്. ദേവത അശ്വിനി ദേവതകളാണ്. ഇതിൻ്റെ കാണുമ്പോൾ ഒരു ചിഹ്നം, അശ്വിനി എന്ന് പറഞ്ഞാൽ കുതിര എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ കുതിരയുടെ ഒരു മുഖത്തോട് കൂടിയിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൃഗം കുതിരയാണ്, പക്ഷി പുള്ളാണ്, പുള്ള്. അശ്വതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം കാഞ്ഞിരമാണ്. ഗണം ദേവഗണമായിട്ടുള്ളൊരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൈവിക ചിന്തകൾ വരാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ പുരുഷയോനി നക്ഷത്രമാണ്. അപ്പം കുറച്ചുകൂടെ ഒരു മസ്കുലൈൻ തോട്ട് പ്രോസസ്സുകൾ ധാരാളമുള്ള ആൾക്കാരായിരിക്കും ഇവർ. ഈ നക്ഷത്രത്തിൻ്റെ പൊതുവെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നഗരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ഇപ്പം പ്രശ്നചിന്ത വരുമ്പം, അതുപോലെ ജാതക ചിന്ത വരുമ്പം, തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പം 10ാം ഭാവാധിപനോ 6ാം ഭാവാധിപനോ ഒക്കെ ഈ അശ്വിനി നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നഗര ഏരിയകളായിരിക്കും കൂടുതൽ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യതകളെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ആ ഏരിയകളിൽ നിങ്ങൾക്ക് 6 ഡെയിലി ആയിട്ടുള്ള ജോലികളാണ്, 10 പറയുന്നത് സ്ഥിരമായിട്ടുള്ള നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള ജോലിയാണ്. അപ്പം അത് ഈ അശ്വിനി നക്ഷത്രത്തിൽ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നഗരമാണ്. അപ്പം നഗരങ്ങളിൽ പോയി പാർക്കാം, നഗരങ്ങളിൽ പോയി ജോലി ചെയ്യാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ ശരീരത്തിൻ്റെ ഭാഗം കാൽമുട്ടുകളാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്ര വൃക്ഷം എന്ന് പറയുന്നത് കാഞ്ഞിരവും ഇവരുടെ ശരദിക്ക് എന്ന് പറയുന്നത് വടക്ക് ഭാഗവുമാണ്. അതുപോലെ ദിക്ചാരം എന്ന് പറയുന്ന ഉത്തരചാരികളാണ് ഇവർ, സൈഡിലേക്ക് ചരിക്കുന്നവരാണ് ഇവർ. അതുപോലെ വളരെ ലഘുക്ഷിപ്രമായിട്ടുള്ളൊരു സ്വഭാവം, ഒരു ലഘുക്ഷിപ്ര സ്വഭാവവും, അതുപോലെ ക്ഷിപ്രകോപി, ക്ഷിപ്രക്രൂരം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ സ്വഭാവമുള്ളത്. ഒരു ലഘുക്ഷിപ്രമായിട്ടുള്ള ഒരവസരം, വളരെ ലഘുവായിട്ടും എന്നാൽ ഒരു പെട്ടെന്ന് ആക്റ്റീവ് ആവേണ്ടടുത്ത് ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാറാണിത്. ഇവരൊരു ഹീലിംഗ് സ്റ്റാറാണ്. അശ്വതി ഒരു ഹീലിംഗ് സ്റ്റാറാണ്. അപ്പം അശ്വതി നക്ഷത്രത്തിൽ 6ാം ഭാവാധിപൻ, 8ാമാധിപൻ അല്ലെങ്കിൽ 10ാം ഭാവാധിപനൊക്കെ നിൽക്കുമ്പോൾ നാച്ചുറലി ഇവർക്കൊരു ഹീലിംഗ് കഴിവുകളുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഊർധ്വമുഖം, അധോമുഖം, തിര്യമുഖം എന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്ര ചിന്തയിൽ രാശി ചിന്തിക്കുന്ന പോലെ തന്നെ ഊർധ്വമുഖ രാശിയാണോ അധോമുഖ രാശിയാണോ എന്നൊക്കെ ഉള്ളത് ചിന്തിക്കും ചില വിഷയങ്ങളിൽ. അത് ഊർധ്വമുഖമാണെങ്കിൽ ആ വിഷയം വിജയിക്കുമെന്നും അധോമുഖമാണെങ്കിൽ ആ വിഷയം പരാജയത്തിനുള്ള സാധ്യതകളുണ്ടെന്നുമൊക്കെ നമ്മൾ പറയാറുണ്ട് പ്രശ്നത്തിലൊക്കെ. അതുപോലെ തന്നെ ഇത് തിര്യമുഖം ആണ്, ഊർധ്വമുഖമല്ല അധോമുഖമല്ലാത്ത ഒരു അവസ്ഥയാണ്.